താനത് എന്തൊക്കെയാണോ ഈ പറയുന്നേ? ഇന്നലെ കണ്ട സിനിമയുടെ കഥയാണോ? സിനിമാ കഥ? ഓ, ചലിക്കുന്ന ചിത്രകഥ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. താൻ ഇങ്ങനെയൊക്കെ മോഷണം നടത്തിയിട്ടാ കയ്യിൽ ഇത്രയും മോതിരങ്ങളൊക്കെ ഇട്ടിരിക്കുന്നേ, അങ്ങനല്ലേ? നാം മോഷണം നടത്തിയെന്നു നമ്മെ കള്ളനാക്കുകയാണോ? ആ സുരക്ഷാ വീര, നമ്മെ പറ്റി നീ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? നമുക്ക് മോഷണം നടത്തേണ്ട ആവശ്യം എന്താണെന്ന് പറയൂ. നമ്മുടെ മേൽ ആവശ്യമില്ലാത്ത കുറ്റാരോപണങ്ങൾ നടത്തിയാൽ കടുത്ത ശിക്ഷയായിരിക്കും നിനക്ക് ലഭിക്കുക. എന്താടോ, താൻ എന്നെ തന്നെ ശിക്ഷിക്കോ? തന്നെ ഇവിടെ വെച്ചല്ല, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രണ്ടെണ്ണം തന്ന എല്ലാം പുറത്തു വരും. വാടോ. എന്താ ഇത്? ഇവിടെ വരാൻ. നമ്മെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വരാനല്ലേ പറഞ്ഞത്? സുരക്ഷാ വീര, വണ്ടിയിൽ കയറ്. വണ്ടിയോ? ഇരുചക്ര വാഹനം. ഓ, വിചിത്രമായിരിക്കുന്നല്ലോ. ഈ ഇരുചക്ര വാഹനത്തിൽ എങ്ങനെയാണ് അമരുക? ആദ്യം നീ കയറിയിരിക്കെ, അത് കണ്ട് നാമും ഇരിക്കാം. ഇവനൊക്കെ എവിടുന്ന് വരുന്നെന്തോ. അല്ല, അവരെവിടെ പോയി? എപ്പോഴും അവിടെ നിൽക്കാറുള്ളതാണല്ലോ. ഞാനൊരു മണ്ടി. എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ അവരെന്റെ ഈ വീട്ടിലെ മരുമകളാണോ? അവരെപ്പ എങ്ങനെയൊന്ന് കാണുക. അടുത്ത വീട്ടിലുള്ള ആളല്ലേ, താഴെ പോയിട്ട് വിളിക്കാം. അതെ, അല്ല, അവരുടെ പേരെന്താ? ഇതുവരെ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാനും അത് ചോദിക്കാൻ വിട്ടുപോയി. എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്തതാ, പേര് പോലും അറിയാൻ പറ്റിയില്ല. പാർവതി നിന്റെ ബയോഡാറ്റ മുഴുവൻ പറഞ്ഞു, പക്ഷെ അവരുടെ പേര് മാത്രം നീ ചോദിച്ചില്ല. ഇപ്പൊ എന്താ അവരെ വിളിക്കുക? അതെ അതെ, ചില ബന്ധങ്ങൾക്ക് രക്തബന്ധം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ അന്യൊന്നുമല്ല, ചേച്ചി. ചേച്ചി, ചേച്ചി, ഞാൻ സംസാരിക്കുന്നത് നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ ചേച്ചി? കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ എങ്ങനെയാ വന്നേ? ഞാനൊരു മണ്ടി. ചേച്ചിന്ന് വിളിച്ച ഉടനെ ഇങ്ങോട്ട് വന്നില്ലേ? ഗേറ്റ് വഴി ആയിരിക്കുമല്ലോ വന്നത്, അല്ലാതെ വേറെ എങ്ങനെ വരാനാ? ചേച്ചി? അതെ ചേച്ചി. എന്താന്നറിയില്ല, നിങ്ങൾ അങ്ങനെ വിളിക്കണമെന്നാ തോന്നിയേ. എന്താ അങ്ങനെ വിളിക്കാൻ തോന്നിയത്? എന്ത് വിഷമങ്ങൾ വന്നാലും അത് പറഞ്ഞാലല്ലേ കുറയൂ. നമ്മുടെ സ്വന്തമാണെന്ന് കരുതുന്നവരോട് പറയാൻ മടിക്കണ്ട. ചില ബന്ധങ്ങൾക്ക് രക്തബന്ധം ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. ഞാൻ അന്യൊന്നും അല്ല, നിന്റെ ചേച്ചിയാ.
ഇനി ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. നിനക്കൊരു ചേച്ചിയുണ്ട്. ഇതിനു മുൻപ് ദൈവം ഒരാളെ എനിക്ക് ചേച്ചിയായിട്ട് തന്നു. അവരിപ്പോ എവിടെയാന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയതിൽ സന്തോഷിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് വേദനയാ കിട്ടിയത്. നമ്മുടെ ജീവിതത്തില് ഒരു കാരണവുമില്ലാതെ ആരും വരില്ല എന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. ആ ഒരു ബന്ധം എന്തിനാ വന്നതെന്നും എന്തിനാ എന്നെ കാണാതെയും പറയാതെയും പോയതെന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയാതെ വന്നിട്ട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തന്നു. പക്ഷെ എന്നോടൊന്നും പറയാതെ പോയി ഒരിക്കലും തീരാത്ത വേദന എനിക്ക് തന്നു. മിസ്സമ്മ, എന്ത് ബന്ധം അത്? ആ ഒരു ബന്ധം എന്തിനാ വന്നതെന്നും എന്തിനാ എന്നെ കാണാതെയും പറയാതെയും പോയതെന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയാതെ വന്നിട്ട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തന്നു. പക്ഷെ എന്നോടൊന്നും പറയാതെ പോയി ഒരിക്കലും തീരാത്ത വേദന എനിക്ക് തന്നു. ബന്ധോ? എന്ത് ബന്ധം? വേദന മാത്രം തന്നിട്ട് പോയ ബന്ധത്തെ കുറിച്ച് ഇപ്പൊ എന്തിനാ ചേച്ചി പറയുന്നേ? അത് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമോ വരുന്നേ. അത് ചേച്ചിയോട് പറഞ്ഞാലും എന്റെ വിഷമം മാറില്ലല്ലോ. എന്ത് ചെയ്താലും എനിക്ക് കഷ്ടം മാത്രം. ലൈഫിൽ എനിക്ക് ആകെ നിരാശ മാത്രം. എന്നിട്ടും ദൈവം ആ ബന്ധം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചില്ല എന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് ചോദിക്കല്ലേ പ്ലീസ്. ശരി, ചോദിക്കുന്നില്ല. ഇനി മുതൽ നീ എന്നെ ചേച്ചിന്ന് വിളിക്കാമോ? അതിനെന്താ, ചേച്ചിന്ന് തന്നെ വിളിക്കാം. അയ്യോ, എന്തിനാ കരയുന്നേ? നീ എന്നെ ചേച്ചിന്ന് വിളിച്ചതില് ഒരുപാട് സന്തോഷം തോന്നി. എന്റെ ഈ സന്തോഷം കണ്ടിട്ട് ദൈവത്തിന് പോലും സഹിച്ചില്ല. ആ സ്നേഹത്തെ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞു. നീ പറഞ്ഞ പോലെ എനിക്കതിനുള്ള ഭാഗ്യമില്ല. അവസാനിച്ച കഥ വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. അകന്നുപോയ ബന്ധത്തിന്റെ ബാധ്യത തീർക്കുവാൻ വേണ്ടി. അതുകൊണ്ടാ നീ അങ്ങനെ വിളിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി.
ഇങ്ങനെ സംസാരിച്ചു നിന്ന് ഞാൻ വന്ന കാര്യം തന്നെ മറന്നുപോയി. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചി കാരണം എനിക്ക് പിന്നെയും ജോലി കിട്ടി. അതിന് ചേച്ചിയെ നല്ലോണം ഒന്ന് ഹഗ് ചെയ്ത് താങ്ക്സ് പറയണമെന്നുണ്ട്. എന്തു പറ്റി ചേച്ചി? ഞാൻ ചേച്ചിയെ തൊടുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലേ? അന്ന് ഞാൻ ചേച്ചിയുടെ കയ്യിൽ തൊടാൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്ത്. ചേച്ചി അങ്ങനെയൊന്നുമില്ല. എന്റെ നാട്ടിലെ ചേച്ചി അനിയത്തിയും തമ്മിൽ കെട്ടിപ്പിടിച്ച അവര് പെട്ടെന്ന് അകന്നു പോകുന്ന പറയാറ്. കുട്ടിക്കാലം തൊട്ടേ ഞാനങ്ങനെ ശീലിച്ചു പോയി. ഇതൊരു വല്ലാത്ത വിശ്വാസമായി പോയല്ലോ. എന്നാലും അകന്നു പോകുന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പൊ പിന്നെ അതൊന്നും വേണ്ട. സത്യമായിട്ടും ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ വീട്ടുകയെന്ന് എനിക്കറിയില്ല. ചേച്ചി കാരണം ആദ്യം എനിക്ക് ജോലി കിട്ടി. ഇപ്പൊ എനിക്ക് 3 ദിവസത്തെ സമയം കൂടി കിട്ടി. എന്നുവെച്ചാ 3 ദിവസത്തിനുള്ളിൽ തെറ്റ് സംഭവിച്ചാ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നത്? തെറ്റ് ചെയ്താലല്ലേ ചേച്ചി? ഞാൻ തെറ്റ് ചെയ്യില്ല. എന്റെ ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. അല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണോ? വേണ്ട ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വീട്ടിലെപ്പോഴും ചേച്ചിയുടെ സഹായം ഇല്ലാതെ തന്നെ ജോലി ചെയ്യാൻ പറ്റണമല്ലോ. അതുകൊണ്ട് എന്റെ സിൻസിയറിറ്റി കാണിച്ച് തന്നെ എനിക്ക് ഈ ജോലി നേടിയെടുക്കണം. അതെന്തായാലും കൊള്ളാം. പിന്നെ നിനക്ക് എന്ത് സഹായം എപ്പോ ആവശ്യമുണ്ടെങ്കിലും ഈ ചേച്ചിയെ വിളിക്കാൻ നീ മറന്നു പോകരുത്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ശരി. പിന്നെ ചേച്ചി എപ്പോഴും ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കാതെ വീട്ടിനകത്തോട്ട് വരണം. ആരെങ്കിലും എന്തേലും പറഞ്ഞാ ഞാൻ നോക്കിക്കോളാം. എന്റെ വീട്ടിലേക്ക് എന്നെ തന്നെ വിളിക്കുക. ശരി ചേച്ചി. പിന്നെ കാണാമേ. അടുക്കളയിൽ പാചകം തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് അവിടെ പോയേ പറ്റൂ. എന്തിന്? കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാതെ അവർക്ക് ചെയ്യാൻ എളുപ്പമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നാ എന്റെ പേടി. ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ കൊടുക്കാൻ പാടൂ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ പോവാ. ശരി ചേച്ചി. നാളെ നമുക്ക് വീണ്ടും കാണാമേ. ബൈ. ബൈ. വന്ന ദിവസം തന്നെ എന്റെ കുട്ടികൾക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടെന്ന് ആലോചിക്കുന്നു. നിന്നേക്കാൾ നല്ലൊരു കൂട്ട് ഈ വീടിനും എന്റെ കുട്ടികൾക്കും കൊടുക്കാൻ കഴിയില്ല. എന്റെ സെലക്ഷൻ തെറ്റായിട്ടില്ലെന്ന് നീ തെളിയിച്ചു കാണിച്ചു. അയ്യോ, ഇവള് വീണ്ടും എന്തായിരുന്നു ആലോചിക്കുന്നത്? ശരിയാണല്ലോ ചേച്ചി. അവൾ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അതെ ചേച്ചി. നമുക്ക് ശത്രുക്കൾ പുറത്തല്ല, നമ്മുടെ അനിയത്തിന്റെ രൂപത്തില് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെന്ന് പോയി ചോദിക്കാം. ആലോചിച്ചതൊക്കെ മതി എന്റെ അഞ്ജു. ഇല്ലെങ്കിൽ നിന്റെ ചെറിയ ബ്രെയിനും കൂടെ നഷ്ടമാവും. എന്റത് ചേച്ചിയുടെ ബുദ്ധി പോലെയാണെന്ന് കരുതിയോ? ചെറിയ ബ്രെയിൻ നഷ്ടപ്പെടാൻ അത് കൊള്ളാലോ. ചേച്ചിക്ക് എന്തും പറയാം, എനിക്കൊന്നും പറയാൻ പാടില്ല. ശരി, നിന്നോട് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. അല്ല, ഇത്ര ഡീപ്പ എന്താ ആലോചിക്കുന്നത്? എന്ത് ചെയ്യാനാ ചേച്ചി? എനിക്ക് മുന്നേ ജനിച്ച നിങ്ങള് ബുദ്ധിയുള്ളവരായിരുന്നോ? എനിക്കെന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ? എന്താ ഇങ്ങനെ നോക്കുന്നേ? നല്ല കാര്യം ചോദിക്കുമ്പോ നീ മാറ്റി മാറ്റി ഉത്തരം പറയുന്നേ. പാവയെ പോലെ അനങ്ങാതെ നിന്ന് ആലോചിച്ചാ അത് കറക്റ്റ് ആയിരിക്കും. എന്ത് പാവയോ? ഉം. സോറി, നിങ്ങളുടെ ബ്രെയിനിന്
ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഡാഡി കെയർടേക്കറിനോട് 3 ദിവസം ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞേക്കുന്നേ? ആ 3 ദിവസവും മിസ്സമ്മയെ ടോർച്ചർ ചെയ്ത് ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഓടിച്ചു വിടാന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ഓക്കെ, അപ്പൊ നീ എന്ത് ചെയ്യാന്നാ പറയുന്നേ? വേറെന്താ, സ്കൂൾ എക്സാമിന് ഞാൻ ഒന്നും എഴുതില്ല, ഫെയിൽ ആവും. ഡാഡി അത് കണ്ട് എന്തായാലും ചോദിക്കും. മിസ്സമ്മ നല്ല രീതിയിൽ പഠിപ്പിക്കാത്തോണ്ടാണെന്ന് ഞാൻ പറയും. നീ പഠിച്ചു മാർക്ക് വാങ്ങിയ അച്ഛൻ നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. ഫെയിലായ എന്തു പറയാന്? ശരിയാ, നിന്റെ സീറോയ്ക്ക് മുമ്പില് അമ്മ 10 എഴുതി ചേർത്തത് വരെ അറിഞ്ഞു. പിന്നെ എന്തിനു ഓവറാക്ട് ചെയ്യുന്നേ? അത് പോയിന്റാ. വേറെന്തെങ്കിലും ആലോചിക്കാം. ഞാൻ പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ നന്നായി വികൃതി കാണിക്കും. മിസ്സമ്മ എന്നെ അടിക്കുന്ന രീതിയിലാവണം. അത് ഡാഡിയുടെ അടുത്ത് പറയണം. നീ വികൃതി കാണിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്തിനാ? ഡെയിലി അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങളിങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്താ എനിക്ക് പ്ലാൻ ചെയ്യാൻ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല. നീ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ട് എന്ത് പ്രയോജനമുള്ളേ? ഈ എനിക്ക് കൗണ്ടർ അടിക്കാണോ? ഓക്കെ, ഏട്ടനായി പോയില്ലേ, ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ലേറ്റായി എണീറ്റ് ലേറ്റായി റെഡിയായി ലേറ്റായി സ്കൂളിൽ പോവാ. അയ്യോ, സ്കൂളിൽ ലേറ്റായാ പോയെന്ന് ഡാഡിക്ക് മനസ്സിലായോ? എന്ത് ദേഷ്യപ്പെടും നിങ്ങൾക്കറിയാലോ. അഞ്ജു, നീ പറയുന്ന പ്ലാനൊക്കെ മിസ്സമ്മയെ എവിടെ നിന്ന് ഓടിക്കാനുള്ളതാണോ അതോ ഇനി നമ്മളെവിടെ നിന്ന് ഓടിക്കാനുള്ളതാണോ? ഇതെന്താ അമ്മ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? മിസ്സമ്മയെ പറഞ്ഞു വിടാനല്ലേ. ചേച്ചി, ഇവളുടെ പ്ലാൻ വേസ്റ്റാ, അത് ചോദിക്കണ്ട. എടാ, എന്താ നീ പറയുന്നേ? അഞ്ജുവിന്റെ പ്ലാൻസ് വേസ്റ്റ് ആണെന്ന് പറയുന്ന എനിക്ക് എത്ര ധൈര്യം ഉണ്ടടാ? ഇടയ്ക്കൊക്കെ വഴക്ക് പറയുമെങ്കിലും ചേച്ചിക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. വേസ്റ്റ് ആണെന്നൊക്കെ എന്തിനാ പറയുന്നേ? എന്നാലും അഞ്ജുവിന്റെ പ്ലാൻസില് ഏതെങ്കിലും ഇതൊരു വർക്കൗട്ട് ആയിട്ടുണ്ടോ? കൂൾ അഞ്ജലി, മിസ്സമ്മ ഈ വീട്ടിൽ നിന്ന് പുറത്തയക്കുന്നത് വരെ ഇവരുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്. അതുവരെ ഇവരെന്ത് പറഞ്ഞാലും അത് കാണാത്ത പോലെ ഇരിക്കാം. ഇപ്പൊ എന്ത് പറ്റി? മൈൻഡ് വോയിസ് പറയുവാണോ? നീ കൂളായോ? എന്റെ മൈൻഡ് വോയിസ് നിങ്ങൾക്ക് എങ്ങനെയാ? നിന്റെ മൈൻഡ് വോയിസ് എന്തായിരുന്നു പറയട്ടെ. മിസ്സമ്മയെ പുറത്താക്കുന്നത് വരെ ഞങ്ങളുടെ ഹെൽപ്പ് വേണം. സോ അതുവരെ നീ ഒന്നും കാണാത്ത പോലെ ഇരിക്കണം, അങ്ങനെയല്ലേ? ഓ, എന്റെ ക്യാരക്ടർ അപ്പോ അത്രയ്ക്ക് ഫേമസ് ആയോ? ഓക്കെ ഓക്കെ ഓക്കെ